ആ പിന്നെ വയറിലാവണം എന്താ കാരണം അറിയില്ല. അയ്യോ എന്തൊരു അഭിനയം കേട്ടോ. ആരും വന്നു എന്നൊക്കെ എന്താ ചേട്ടാ സൗഹൃദം പുതുക്കിയെന്ന് ഫസ്റ്റായിട്ടുള്ള വെളിയിൽ സൗഹൃദം എനിമിയും ഫ്രണ്ട്സൊന്നും ഇല്ല. എല്ലാവരും ബിഗ് ബോസ് ഒരു ഗെയിമല്ലേ. നമ്മളെ ഗെയിമിലുണ്ടായ ഫ്രണ്ട്ഷിപ്പും എനിമിയും അങ്ങനെ ഒന്നും ഇല്ല. എല്ലാം ഒരുമിച്ചാണ്. വയറിലെ കാരണം മറ്റേ നമ്മുടെ ആ പുലി ആ ഡാൻസ് ഉണ്ടായില്ലേ, അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഞാനും മസ്താനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. പക്ഷെ അങ്ങനൊന്നും ഇല്ല, ഒരു പ്രശ്നമില്ല. ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ ഗുഡ് ഹൗ ആർ യു? പേടിക്കണോ? പിന്നെ വേറെ ലെവൽ ഒരുപാട് ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്നുണ്ടല്ലോ. ഒരു പുതിയൊരു ഇതല്ലേ, ഒരു ന്യൂ സ്റ്റാർട്ട് ടു ലൈഫ്. അങ്ങനെ അടിപൊളി. ഞാൻ ഒന്ന് ഇറങ്ങട്ടോ. പിന്നെ കത്തിക്കും പിന്നെ കത്തിക്കും ഞാൻ എന്നെ തന്നെ കത്തിക്കും. ശരിയേട്ടാ പോടേട്ടാ. കപ്പടിക്കോ? ഞാൻ കപ്പടിക്കുന്നോ? ഏത് മറ്റേ ഉജാലിന്റെ കപ്പാണോ? ഔട്ട്രാക്കൊന്നും ഇല്ല, വെറുതെ അഭിനയിക്കാം. അനുമോള് ആ ആയിരിക്കും. നല്ല പ്ലെയർ അല്ലേ? എല്ലാവരും നല്ല പ്ലെയറാ, ബെസ്റ്റ് പ്ലെയർ. പിന്നെ നല്ല വോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അനുമോളിന്. ഒരു പ്രശ്നമില്ല, എനിക്ക് കോംപ്രമൈസ് ആവുന്നില്ല. അവിടെ പോയിട്ട് എല്ലാവരും കെട്ടിപിടിക്കും. അനുമോള് കൈ കൊടുക്കാണ്ട് പോയത് മോശം. എന്റെ ചേട്ടൻ കണ്ടോ? ഞാൻ അവിടെ നിന്നൊക്കെ ഞാൻ നമ്മള് എവിക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റേറ്റിലായിരുന്നു മൈൻഡില്. അപ്പൊ ഞാനത് മിസ് ചെയ്ത് പോയി. പക്ഷെ ഞാൻ പോകുന്ന മുമ്പ് ഞാൻ ഹഗ് ചെയ്തു എല്ലാവരും. അത് അവർ കാണിച്ചില്ല. കുഴപ്പമില്ല, എന്നെ വില്ലനാക്കിയില്ല നിങ്ങൾ എല്ലാവരും. കപ്പടിക്കുമ്പോ കൈ കൊടുക്ക. കപ്പടിക്കുമ്പോ കൈ കൊടുക്കാലോ. ആ പിന്നെ കൈ മാത്രമല്ല കെട്ടിപിടിക്കാം. അതുകൊണ്ടായിരിക്കും ആരുടെ പേര് പറഞ്ഞ സ്റ്റാർ ആയിട്ട്. അതെ അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും പറയില്ലല്ലോ. ചേട്ടാ ഞാൻ ലേറ്റ് ആവട്ടെ, സോറി. അല്ലല്ല, ജനങ്ങളുടെ മനസ്സിൽ ആരുണ്ട്? നിങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചേട്ടാ ഞാൻ അറിയാണ്ട് ഇടിച്ച നിങ്ങളെ എന്നെ കുറ്റം പറഞ്ഞു. എനിക്ക് ഒരു ജാടയില്ല. പക്ഷെ ഞാൻ പുലിന്റെ മാസ്ക് അപ്പാനി വന്ന എൻട്രി ഉണ്ടായിരുന്നു. പണി വന്ന് എൻട്രി കണ്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. മാസ്ക് ഒക്കെ വെച്ച് പുല്ലിന്റെ ആരെങ്കിലും മാസ്കും കൊണ്ട് പോകണ്ട. ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ട് എല്ലാവരും മീറ്റ് ചെയ്ത് ഞാൻ പുറത്തുണ്ട്. എല്ലാവരും മീറ്റ് ചെയ്യാൻ സമയമാണ്. ചേച്ചി റൈറ്റ് എടുക്കാൻ പറ്റും. ആരും കപ്പടിക്കാൻ സാധ്യത കൂടുതൽ. കപ്പടിക്കാൻ സാധ്യത കൂടുതൽ ലാലേട്ടൻ ഓട്ടം അടിച്ചു കപ്പ്. അതല്ലാതെ എന്താ പറയണ്ട, കപ്പടിക്കാൻ നല്ല ഗെയിമർ എന്ന രീതിക്ക് അക്ബർ ആയിരിക്കും. പക്ഷെ വോട്ട്സ് എന്ന രീതിക്ക് അനുമോളായിരിക്കും. സ്ട്രാറ്റജി എന്ന രീതിക്ക് അനീഷ് ആയിരിക്കും. നെവിന്റെ ഗെയിം എങ്ങനെയുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്? നെവിൻ നല്ല ഗെയിമറാണ്. ആരിന് കപ്പ് കിട്ടാത്തതിന് വശമുണ്ടോ? എനിക്ക് ടോപ്പ് 5 വരാൻ പറ്റാത്ത സിനിമകളൊക്കെ എങ്ങനെയാണ്? സിനിമ അങ്ങനെയൊന്നും പറയാൻ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ വലിയ ഷാറുഖ് ഖാന്റെ മൂന്നല്ലല്ലോ കിട്ടും വലിയ പടങ്ങൾ കിട്ടാൻ. അത് കണ്ടു ഞാൻ. കല്ലെറിയാൻ പോയത് ഇടയില് ഫസ്റ്റ് 3 വീക്ക് കഴിഞ്ഞിട്ട്. പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ജിസേനെ കാണാൻ ഭയങ്കര ഹാപ്പി. എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യണം. ഇഷ്ടം കാണാൻ. ചെന്നൈ എയർപോർട്ടിൽ അവിടെ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ കുറേ ദിവസം കണ്ടിട്ടുണ്ട്. അതെ ഫ്ലൈറ്റിൽ ഉണ്ട്. എല്ലാവരും ഒറ്റ ഫ്ലൈറ്റാ. ഫ്ലൈറ്റിൽ ഇടിയാവോ? ഫ്ലൈറ്റൊന്നും ഇടിയാവില്ല. പിന്നെ ബിഗ് ബോസ് വീട്ടിലെ ഇടിയായില്ല എനിക്ക്. ഫ്ലൈറ്റ് ഫ്ലൈറ്റില് ഭയങ്കര എക്സൈറ്റഡ്. വേറെ ലെവല്. രേണു വെച്ചിട്ടുണ്ടല്ലേ എന്നെ വിളിച്ചോട്ടെ. എനിക്കറിയാം ഫണ്ണായിരിക്കും. പിന്നെ ഒനീലുണ്ട്, രേണു ഉണ്ട്, ലക്ഷ്മി ഉണ്ട്. ഒനീലും ലക്ഷ്മിയും ഒരേ ഇതിലായിരിക്കും. ഒരേ സീറ്റിലായിരിക്കും.
നിന്നൊക്കെ പൊട്ടു തുറന്ന് പുറത്തേക്ക് ഇടായിരുന്നു മതി. എന്നാട്ടാ വീണ്ടും എയറിൽ കയറുന്നുണ്ട്. വീണ്ടും എയറിൽ എയറിലോട്ട് പോകും. എനിക്ക് ബോഡി കടക്കൊക്കെ 10 പൈസയിലോ എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അവര് എയർപോർട്ട് സ്പോൺസർ ചെയ്തെന്ന് തോന്നുന്നു. ഇന്ന് വൃത്തിക്കൊന്ന് കാണാൻ പറ്റിയ അതെ അതെ. ഇന്നത്തെ ആര്യന്റെ ബോഡി കാർഡ് ഞങ്ങളാ വരും. അതെ, ഒന്നും പേടിക്കണ്ട. എല്ലാവരും കത്തിച്ചു തരാം. മാത്രമേ ഉള്ളൂ. ഏത് ഫ്ലൈറ്റിനാ പോണേ? ആര്യൻ അവിടെയല്ലേ ഇവിടെ ഇവിടെ ഇതിലെതിരെ ആര്യൻ ബിഗ് ബോസ് കത്തിക്കട്ടോ. ആരെങ്കിലും പണി കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആരിന് ഭയങ്കര പിടിപാടാണ്. ലൈൻ നിൽക്കണ്ടൊക്കെ കേറണേ. ആക്കി 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 എറിഞ്ഞാണോ? ആര്യൻ എന്തിയാ ആളെ മനസ്സിലായില്ല. ആളെത്ര പരിചയിക്കാന്ന് താങ്ക് യു. മോഹൻലാൽ എത്ര ചോദിക്കുന്നു പറഞ്ഞേ? കഴിഞ്ഞ വെച്ച് ഞങ്ങള് പോവാണ്.